താപസ ശ്രേഷ്ഠനായിരുന്ന മാത്യൂസ് റമ്പാച്ചൻ്റെ മധുരഭാഷണത്തിലെ പ്രാർത്ഥനകൾ ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്നത്തെ സകല വ്യാപാരത്തെയും ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന വചനത്തെയും സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സ്നേഹമേറിയ കർത്താവേ, നിനക്ക് സ്തുതി. സകലവും അറിയുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിനും മതിയായവനെ നിനക്ക് സ്തുതി. കർത്താവേ, തിരുവചനം അടിയനോട് സംസാരിക്കണമേ. നിൻ്റെ വായിലെ ലാവണ്യ വാക്കുകളെ കേൾക്കുവാനും ഗ്രഹിക്കുവാനും നിൻ്റെ അത്ഭുത രഹസ്യങ്ങൾ അടിയനെ മനസ്സിലാക്കി തരണമേ. അടിയൻ ബലഹീനനാണ്. അടിയൻ്റെ ബലഹീനതകളെ മായ്ക്കണമേ. തിരുവിഷ്ടം നിവർത്തിപ്പാൻ അടിയനെ പ്രാപ്തനാക്കണമേ. ഇത്രയും പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച മറുപടിയും കൂടെ അല്പസമയം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് വചനപഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ വാത്സല്യ മകനെ, നിനക്ക് ദിവ്യസമാധാനം. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിൻ്റെ ദിനചര്യകളിൽ നിഷ്ഠയുള്ളവനായിരുന്നാൽ മാത്രം മതി. നഷ്ടപ്പെട്ടു പോയ സകല ശക്തിയും വേഗത്തിൽ നിനക്ക് തിരികെ ലഭിക്കും. ഇതിനു പുറമേ അതിനേക്കാൾ വിശേഷമേറിയ വരങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ അലങ്കൃതനാക്കും. മകനെ, നിരാശയെ മാറ്റുക. ഞാൻ നിൻ്റെ സർവ്വകാര്യവും ഫലമേറ്റിരിക്കുന്നു. നിന്നെ എല്ലാ വിധത്തിലും സഹായിപ്പാൻ എൻ്റെ മാലാഖന്മാരും വിശുദ്ധ മാതാവും വിശുദ്ധന്മാരും ഉണർവോടും ഉത്സാഹത്തോടും കൂടിയിരിക്കുന്നു. അവർ നിന്നെ പിരിയാതെ സഹായിച്ചുകൊണ്ടേയിരിക്കും. നീ വേഗത്തിൽ ജയം പ്രാപിക്കുന്നതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ എന്തെല്ലാം നഷ്ടം വരുമെന്നോ ലാഭം വരുമെന്നോ തോന്നിയാലോ, ആരെങ്കിലും അങ്ങനെ ഏതു വിധത്തിലും പറഞ്ഞാലോ, നിൻ്റെ വാസസ്ഥലം വിടരുത്. അഥവാ വല്ല കാര്യത്തിലും പോകണമെന്ന് അത്യാവശ്യമുണ്ടായാൽ എൻ്റെ അനുവാദത്തോടും പ്രത്യേക വ്യവസ്ഥയോടും പൊയ്ക്കൊള്ളുക. മകനെ, നീ അറിയാത്ത മഹാഭാഗ്യം ഇഹത്തിലും പരത്തിലും ഞാൻ നിനക്കായി നിക്ഷേപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രയാസങ്ങൾ സാരമില്ല. ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷമായി തീരും. പിന്നീട് പല പരീക്ഷകളെയും പ്രയാസം കൂടാതെ നീ ജയിക്കും. കർത്താവിൽ അനുഗ്രഹീതരായവരെ, താപശ്രേഷ്ഠനായ ഈ മാത്യൂസ് റമ്പാച്ചൻ്റെ ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇത് നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറേണ്ടതിനും കൂടെയാണ്. നമ്മളും ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ ആത്മീക വരത്താൽ അഭിഷിക്തരാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:3 സ്വർഗത്തിലെ സകല ആത്മീകാനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പൗലോസ് ശ്ലീഹ പറയുമ്പോൾ, സകല ആത്മീക അനുഗ്രഹത്തിൽ ദൈവസംഭാഷണം ശ്രവിക്കുവാനുള്ള വരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ആകാംക്ഷയോടെ താല്പര്യത്തോടെ അതന്വേഷിച്ചാൽ മാത്യൂസ് റമ്പാച്ചനോടും വിശുദ്ധന്മാരോടും ഒക്കെ ദൈവം സംസാരിച്ചതുപോലെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് നമ്മളോടും കർത്താവ് സംസാരിക്കും. അതിന് കർത്താവിന് താല്പര്യമുണ്ട്. പക്ഷേ നമ്മുടെ ജഡം അതിന് സമ്മതിക്കുന്നില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഒരുക്കമുള്ള ആത്മാവിലേക്ക് കർത്താവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കത്തക്കവണ്ണമുള്ളൊരു പ്രാർത്ഥന തുയോബയ്ക്ക് മുമ്പുള്ളത് നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. അതിപ്രകാരമാണ്: സർവാധിപതിയും സർവശക്തനുമായ ദൈവമായ കർത്താവേ, അയോഗ്യനായ ഞാൻ എൻ്റെ ആന്തരിക കൈകൾ നിങ്കിലേക്ക് നീട്ടിക്കൊണ്ട് എൻ്റെ സകല നിയമലംഘനങ്ങൾക്കും ഞാൻ നിന്നോട് മാപ്പപേക്ഷിക്കുന്നു. കർത്താവെ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ മോഹത്തെയും
ദുർമോഹത്തോടെ നോക്കുവാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെയും, വ്യർത്ഥമായത് കേൾക്കുവാതിരിക്കുവാൻ എൻ്റെ ചെവികളെയും, നിന്ദ്യമായ പ്രവൃത്തിയിൽ നിന്ന് എൻ്റെ കൈകളെയും, അശുദ്ധമായ സകല വ്യാപാരത്തിൽ നിന്നും എൻ്റെ ബോധത്തെയും, നിന്നിൽ ചലിക്കത്തക്കവണ്ണം എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങളെയും നീ കാത്തുകൊള്ളണമേ. അങ്ങനെ ഞാൻ പൂർണ്ണമായി നിന്നിലായിത്തീർന്ന് നിന്നിൽ നിന്നുള്ള ദിവ്യ രഹസ്യങ്ങളെ ഞാൻ പ്രാപിക്കുമാറാകണമേ. ഈ പ്രാർത്ഥനയുടെ അവസാനത്ത് പൂർണ്ണമായി നിന്നിൽ തീരുവാൻ പിതാക്കന്മാർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ആയിത്തീരുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ സർവ്വഭരണത്തിലും നിയന്ത്രണത്തിലും വരുന്നത്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിലെല്ലാം, പാമ്പാക്കുട നമസ്കാരത്തിലും ഈ മാത്യുസ്രംബാച്ചൻ്റെ പ്രാർത്ഥനയിലുമെല്ലാം കർത്താവെ നീ എന്നെ ഭരിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭരിക്കണം, അതായത് കർത്താവിൻ്റെ ഒരു രാജ്യം, അവൻ്റെ ആ രാജ്യത്തിലെ രാജാവായ യേശു അപ്പനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് മഹാരാജാവായും ഇരിക്കുന്നുവെന്ന് മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നീ എൻ്റെ അപ്പനാകുന്നു, അതേസമയം നീ മഹാരാജാവുമാകുന്നു. ആ ബോധ്യത്തോടുകൂടി മഹാരാജാവിൻ്റെ ഭരണം നമ്മളിൽ അവൻ ഏറ്റെടുക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ ആ രാജ്യത്തിലെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടി വരും. അത് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലും കർത്താവിൻ്റെ വിവിധ പ്രഭാഷണ പരമ്പരകളിലും ജീവിതങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതം കർത്താവിനോടൊത്ത് ചേർന്ന് പോകുന്ന ഒരാനന്ദ ജീവിതമായി മാറുവാൻ ആ രാജ്യത്തിലെ പൗരത്വം നമ്മളിൽ മുദ്ര പതിപ്പിക്കട്ടെ, അല്ലെങ്കിൽ മുദ്രയാവട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, ഇവിടെയല്ല. ഇവിടെ നമ്മൾ വെറും പരദേശവാസിയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ട് സ്വർഗത്തിലേക്ക് നിക്ഷേപിക്കേണ്ട ഊർജം മുഴുവൻ ലോകത്തിലെ ആവശ്യമില്ലാത്ത വ്യാപാര കാര്യങ്ങളിൽ നിക്ഷേപിച്ചിട്ട് ആത്മീക ശക്തി നമ്മളിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ കൂടുതൽ സമയവും നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ ആത്മീക ശക്തി ചോർന്നു പോകുന്ന സാധ്യതകളിലാണ്. ആത്മീയ ശക്തി അകത്തേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതും 5 ദ്വാരങ്ങളിലൂടെയാണ്. അത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആന്തരിക ശക്തി അകത്തേക്കും കയറും, അതുപോലെ ഉള്ള ശക്തി പുറത്തോട്ടും പോകും. ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് സന്നിഹിതനായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ സംസാരിച്ച കൂട്ടത്തിൽ അതൊക്കെ ഞങ്ങൾ പറയുകയായിരുന്നു. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വ്യവഹരിക്കുമ്പോൾ, ആവശ്യമില്ലാത്ത വർത്തമാനം പറയുമ്പോൾ, ആവശ്യമില്ലാതെ ചിന്തിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, കാണുമ്പോൾ, ഇതെല്ലാം അത്രയും നേരം ഉണ്ടാക്കി വെച്ച എനർജി മൊത്തം ചോർത്തിക്കളയും. വിശുദ്ധ കുർബാന കഴിഞ്ഞ് നല്ല ആത്മീയ നിലവാരത്തിൽ ഇറങ്ങി വരുന്നവർ എന്തുകൊണ്ടാണ് പഴയതുപോലെ ആയിപ്പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ലോകകാര്യങ്ങൾ മാത്രമാണ് പെട്ടെന്ന് ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്. വ്യർത്ഥവാക്കുകൾ, പൊട്ടച്ചൊല്ല്, ചീത്തത്തരം, കളിവാക്ക്, ഇങ്ങനെയുള്ള നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ അന്നേരത്തെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുമ്പോൾ കിട്ടിയ എനർജി മുഴുവൻ അതുവഴി അങ്ങ് പോകും. അപ്പോൾ പിന്നെ ആരാധനയിൽ വന്ന് നമ്മൾ മെനക്കെട്ട സമയമെല്ലാം പാഴായിപ്പോയാലോയാവും. അപ്പോൾ കിട്ടിയത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കണം. മാത്രമല്ല, മറ്റൊരു രഹസ്യം ഇതിനകത്തുള്ളത്, ഏത് ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിച്ചാലും, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വചന ശുശ്രൂഷ ഞാൻ ചെയ്യുന്നു, നിങ്ങളത് ശ്രവിക്കുന്നു. ഇത് രണ്ടും ശുശ്രൂഷയാണ്. നിങ്ങൾ കേൾക്കുന്നതും ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ അത് ആത്മപരിവർത്തനം വരുത്തണം. പക്ഷെ നമ്മൾ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 1 മണിക്കൂർ ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ടാൽ 2 മണിക്കൂർ നമ്മൾ ശുദ്ധീകരിക്കേണ്ട അശുദ്ധിയും കൂടെ നമ്മളിലേക്ക് വരും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് നമ്മൾ ഏത് ദൈവിക വേല ചെയ്താലും,
അത് ഓരോരുത്തരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൈവിക വ്യാപാര മേഖലകളുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ദൈവിക വ്യാപാരമാണെങ്കിലും അതിനകത്തൊരു മട്ട് കിടക്കും, മട്ട് അടിഞ്ഞു കിടക്കും. അപ്പോൾ ആ മട്ട് ഊറ്റി കുടിക്കണം. പക്ഷേ അതാരാ കുടിക്കേണ്ടത്? അതായത് ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് വീഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതായത് പരിശുദ്ധാത്മാവെന്ന വീഞ്ഞിനെ പകർന്നു തരികയാണ്. ഇപ്പോൾ വചനമാകുന്ന പരിശുദ്ധാത്മ വ്യാപാരത്തെ നമ്മൾ പാനം ചെയ്യുകയാണ്, ഒരുമിച്ച് പാനം ചെയ്യുകയാണ്. ഞാൻ തരുന്നു എന്ന് പറഞ്ഞാലും ഞാനും അത് പാനം ചെയ്യുന്നുണ്ട്. ഈ പാനം ചെയ്ത പാനപാത്രം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഴ്ച തരുന്ന പാനപാത്രം. പക്ഷേ അതിനകത്ത് മട്ടടിഞ്ഞ് കിടക്കും. ഇത് കഴുകിക്കളയണം. ആ ദൈവിക ശുശ്രൂഷയിൽ ഇത് തന്നെയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, അത് വീഞ്ഞ് നുരയ്ക്കുന്നു. അതിൻ്റെ അടുത്ത വചനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദുഷ്ടന്മാർ അതിൻ്റെ മട്ട് വലിച്ച് കുടിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു ആത്മീയ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ ഭവനത്തിലേക്ക് പോകുമ്പോൾ ദൈവം തന്നെ ബോധപൂർവം നമ്മളിലേക്ക് ഒരു ശത്രുവിനെ പറഞ്ഞയക്കും. ഈ രഹസ്യം അറിയാവുന്നവൻ ആ ശത്രുവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളും. എന്ന് പറഞ്ഞാൽ അവൻ എന്ത് നമ്മളെ ചെയ്താലും നമുക്കതിനെ ദൈവികമായി മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആത്മ അഭിഷേക ശുശ്രൂഷ അല്ലെങ്കിൽ ആത്മാവിൽ ആരാധിച്ചവനെ അത് മനസ്സിലാകത്തുള്ളൂ. ഇത് മട്ട് വലിച്ചു കുടിക്കാൻ വരുന്നതാണ്, അതും കൊടുത്തേക്കണം. അവനോട് എതിർപ്പിടാൻ പോകരുത്. നമ്മളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത്. യഹോവയുടെ കയ്യിലൊരു പാനപാത്രമുണ്ട്, അത് വീഞ്ഞു നുരയ്ക്കുന്നു, അത് നമ്മൾ പാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ആ പാനപാത്രം നമ്മുടെ ഉള്ളിലുണ്ട്, ആ തുരുത്തി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ മട്ട് കിടക്കുന്നത് വലിച്ചു കുടിക്കാനായിട്ട് ദൈവം തന്നെ ശത്രുക്കളെ നിയോഗിച്ച് അവരാ മട്ട് വലിച്ചു കുടിച്ച് ആ പാനപാത്രം ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ വന്നവനോട് ദൈവം തന്നെ പറയും, ഇറങ്ങിപ്പോക്കോളം പറയും. നമ്മൾ അതിന് പകരം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അവനോട് എതിർവിടാൻ പോകും. എതിരിടാൻ പോയി നമ്മൾ ആത്മാവിൽ ആരാധിച്ച ആരാധന മുഴുവൻ, ആ ഊർജം, ദൈവിക ഊർജം, ആ എനർജി മുഴുവൻ അതിലൂടെ ചോർത്തിക്കളയും. അന്ന് ആരാധിച്ചത് മുഴുവൻ വെറുതെ ആയിപ്പോവും. അപ്പോൾ വചന ശുശ്രൂഷ കഴിഞ്ഞാലും കൊള്ളാം, വിശുദ്ധ കുർബാന കഴിഞ്ഞാലും കൊള്ളാം, വൈകിട്ടത്തെ സന്ധ്യാനമസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞാലും കൊള്ളാം, അല്ലെങ്കിൽ നമ്മൾ ഏത് ദൈവിക ശുശ്രൂഷ ചെയ്താലും കൊള്ളാം, അതിന് പിന്നാലെ വരുന്ന ഒരു ദുഷ്ടാത്മ ശക്തിയുണ്ട്. നിങ്ങൾ വേദപുസ്തകത്തിൽ ശ്രദ്ധിച്ചാൽ മതി, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏത് ശുശ്രൂഷ എടുത്ത് നോക്കിയോ, അത് കഴിയുന്ന ഉടനെ കുറേ ദുഷ്ടന്മാർ വരുന്നുണ്ട്. അവിടെ ആകെ അതങ്ങ് വിഷയമാക്കും. കർത്താവിന് ഈ രഹസ്യം അറിയാവുന്നതുകൊണ്ട് കർത്താവ് അവിടം വിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോകും. അങ്ങനെ അവിടെ സംഭവിച്ചിരിക്കുന്ന ദുഷ്ട മട്ടുകളെല്ലാം വലിച്ചു കുടിക്കുവാനായിട്ട് അവർ വരുന്നതിനെ ദൈവികമായി വ്യാപാരം ചെയ്യണം എന്നുള്ള മുന്നറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ തൊട്ട അയലക്കത്തുള്ള ശത്രുക്കൾ എന്ന് നമ്മൾ വിചാരിക്കുന്നവർ സത്യത്തിൽ നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ മിത്രങ്ങളാണ്. നമ്മളുടെ പാനപാത്രം ശുദ്ധീകരിക്കാനായിട്ട് നമ്മളെ ചുറ്റും ക്രമീകരിച്ചിരിക്കുന്നതാണ്. അത് ദേവാലയത്തിലാണെങ്കിലും കൊള്ളാം, നമ്മുടെ വീടുകളിലാണെങ്കിലും കൊള്ളാം, നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ ആണെങ്കിലും കൊള്ളാം. അവിടെ നമ്മുടെ ചുറ്റുപട്ടത്ത് ഒരു കൂട്ടം ആൾക്കാരോ അല്ലെങ്കിൽ ഒരാളെങ്കിലുമോ നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മീയമായി മനസ്സിലാക്കാനുള്ള അറിവ് മുന്നമേ നമ്മൾ കരുതിക്കൊള്ളുക. അതിനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഒന്ന്, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 44 വരെയുള്ള വാക്യങ്ങളാണ് ഇതുവരെ നമ്മൾ ധ്യാനാത്മകമായിട്ട് പഠിച്ചിട്ടുള്ളത്. നമുക്കതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് നോക്കണം. ബാക്കി ഭാഗം നോക്കിക്കഴിയുമ്പോൾ ഇന്നെനിക്ക് 12-ാം അധ്യായം തീർക്കണം, 11-ാം അധ്യായം തീർക്കണമെന്നാണ് ആഗ്രഹം. കാരണം ഇനിയുള്ള ഭാഗത്ത് കുറച്ച് ദൈവിക മർമ്മങ്ങൾ, അതായത് വലിയ ആഴത്തിലേക്ക് ഉള്ളതിനേക്കാളിൽ കുറച്ച് ദൈവിക മർമ്മങ്ങൾ മാത്രം ഉള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ചിട്ട് 11-ാം അധ്യായം ഇന്ന് പൂർത്തീകരിക്കണമെന്ന് വിചാരിക്കുന്നു. 11-ാം അധ്യായം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇനിയും
ഏകദേശം അത്രയും അധ്യായങ്ങളും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഏകദേശം പകുതിയോളമായി. എന്നാൽ 12-ാം അധ്യായം മുതൽ ഇനിയും നമ്മൾ ധ്യാനിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ജനുവരി മാസം തൊട്ടായിരിക്കും. അതായത് ഇന്നു മുതൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ധ്യാനിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പിതാക്കന്മാർ നമുക്ക് കൈമാറി തന്ന പ്രാർത്ഥനകളും അതോടൊപ്പമുള്ള ധ്യാനചിന്തകളും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയും അത് കർത്താവിൻ്റെ മാമോദീസ വരെ അതിൻ്റെ മർമ്മങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ 12-ാം അധ്യായം മുതൽ മറ്റൊരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് സഹായകരമാവുകയും ചെയ്യും. 12-ാം അധ്യായം മുതൽ കർത്താവിൻ്റെ കഷ്ടാനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കമാണ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ഇനിയും യോഹന്നാൻ കർത്താവിൻ്റെ പീഠാനുഭവത്തിലേക്ക് നമ്മളെ ശ്രദ്ധയെ തിരിക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ തൻ്റെ വചന ശുശ്രൂഷയിൽ കൂടി നടത്തുന്നതിനെ നമുക്ക് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പായി കർത്താവിൻ്റെ ജനനം, മാമോദീസ, അതായത് ജനിച്ച ദിവസം തൊട്ട് 30 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഈ ഡിസംബർ മാസത്തിലെ നൊയമ്പ് കാലഘട്ടങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യും. 30 മുതൽ 33 വയസ്സ് വരെയുള്ള സുവിശേഷ വേലകളാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനിയും കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ചില ദൈവീയ രഹസ്യങ്ങളും മർമ്മങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ കർത്താവിൻ്റെ ജനനത്തെ പറ്റിയും കൂടെ നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തു തുടങ്ങും. ഇന്നത് തുടങ്ങാൻ പറ്റുമോ എന്നറിയത്തില്ല, നമുക്ക് നോക്കാം. ഏതായാലും 11-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം തൊട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ധ്യാനിച്ച് ശ്രദ്ധയോടെ കർത്താവിൻ്റെ കാൽപാദത്തിൽ നിന്ന് പഠിക്കാം. 45-ാം വാക്യം: മറിയയുടെ അടുക്കൽ വന്ന് യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. ചിലർ വിശ്വസിച്ചു, ചിലരെന്ത് ചെയ്തു? പരീശന്മാരോട് ഈ വിവരം പോയി അറിയിച്ചു. എന്തിനാണ്? നല്ല ഉദ്ദേശത്തിനാണോ? അല്ല. ലാസറിനെ ഉയർപ്പിച്ചു, ഇനി ഇവനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ഇതാണ് കർത്താവ് ചെയ്ത അവസാനത്തെ മിറക്കിൾ എന്ന് പറയുന്നത്. ഇനിയും കർത്താവിനെ ജീവിക്കാൻ അനുവദിച്ചാൽ ഇവൻ രാജാവായിരിക്കും, ഉറപ്പാണ്. അവർക്കങ്ങനെയാണ് അവരുടെ തിങ്കിങ് പോകുന്നത്. ആരുടെ രാജാവാവും? യഹൂദന്മാരുടെ രാജാവാവും. ഹെരോദാവ് ഉൾപ്പെടെ ഭയന്നു. ഹെരോദാവ് ഭയക്കാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഹെരോദാവ് എന്തുകൊണ്ടാണ് ഭയന്നത്? 30-ാമത്തെ വയസ്സിൽ താൻ ശുശ്രൂഷ തുടങ്ങി, താൻ യെരുശലേമിലേക്ക് രാജാവായി എഴുന്നള്ളിക്കപ്പെടും എന്നുള്ള ഒരു പ്രവചനം കിടപ്പുണ്ട്. കർത്താവ് ജനിച്ചപ്പോൾ തന്നെ ഹെരോദാവിന് ഈ പ്രവചനത്തെപ്പറ്റി അറിയാം. അതറിയാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പഴയ നിയമകാലത്ത് ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ കർത്താവിൻ്റെ ഈ വരവ് പ്രവചിച്ചിട്ടുണ്ട്. യാക്കോബിൻ്റെ സന്തതിയിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഇത് പ്രവചിച്ചത് ബിലയാമാണ്. ബിലയാം ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണെങ്കിലും അവന് ദൈവം ശിക്ഷണ നടപടി കൊടുത്ത് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നവനാക്കി. ആ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ബിലയാം പറഞ്ഞു, യാക്കോബിൻ്റെ സന്തതിയിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തെ അന്വേഷിച്ച യഹൂദന്മാർ വന്നപ്പോൾ ഹെരോദാവിന് പെട്ടെന്ന് ബിലയാമിനെ ഓർമ്മ വന്നത്. അവൻ യഹൂദന്മാരുടെ രാജാവായിരിക്കും. ഹെരോദാവിന് പെട്ടെന്ന് ഭയമായി. യാക്കോബിൻ്റെ സന്തതിയിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. വിദ്വാൻമാർ ബിലയാമിനോട് പറഞ്ഞു, ഞങ്ങൾ ദൂരെ കിഴക്ക് ഒരു നക്ഷത്രം കണ്ടുവരികയാവുന്നു, നക്ഷത്രത്തെ അനുഗമിച്ച് വരികയാണ്. അപ്പോൾ ആ നക്ഷത്രം തന്നെ ഭയപ്പെടുത്തിയതിൻ്റെ കാര്യം
ബെലയാം മറ്റൊരു കാര്യം കൂടെ പ്രവചിച്ചിരുന്നു. അവൻ ഏദോമിൻ്റെ തല തകർക്കുമെന്നാണ്. അതുകൊണ്ട് ഹെരോദാവിന് എന്താ പ്രശ്നം? ഹെരോദാവ് ഏദോമ്യനായിരുന്നു. ഏദോമ്യ വംശത്തിൽ ഇനി ഒരു രാജാവ് ഉണ്ടാകുകയില്ല എന്നുള്ളൊരു പ്രവചനം ബെലയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടത് നിവൃത്തിയാകുവാൻ പോകുന്നുവെന്ന് ഹെരോദാവിനൊരു ഭയമെന്നും. അതുകൊണ്ടാണ് കർത്താവിനെ കണ്ടുകിട്ടിയില്ലെങ്കിലും കൊന്നുകളയാൻ തീരുമാനിക്കുന്നത്. ആരെ? കുഞ്ഞുങ്ങളെല്ലാം കൊന്നെടുത്തി കളയുവാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ രാജ്യം ഐഹികമല്ല എന്നുള്ളതും അത് ഈ ലോകത്തിലെ രാജാവല്ല എന്നുള്ളതുമൊക്കെ കർത്താവിനോട് ആത്മീയമായി ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഏത് ശുശ്രൂഷ നടക്കുന്ന സമയത്തും ഇരു കൂട്ടരുണ്ട്. ഒരുത്തർ കർത്താവിനെ ദ്രോഹിക്കുവാനായിട്ട്, മട്ടുവലിച്ച് കുടിക്കുവാനായിട്ട് അടുത്തുണ്ട്. കർത്താവ് തന്നെ അനുവദിച്ചിട്ടേക്കുന്നതാണത്. ഈ രഹസ്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ശത്രുക്കളും വൈരികളും എന്ന് നമ്മൾ വിചാരിക്കുന്നവർ സത്യത്തിൽ നമ്മളുടെ ശത്രുക്കളല്ല. നമ്മുടെ ശത്രു ആരാണ്? നിങ്ങളുടെ പ്രതിയോഗി ആരാണ്? അത് പിശാചാണ്. അലറുന്ന സിംഹം പോലെ നമ്മുടെ ചുറ്റും നമ്മളെ വീഴിക്കുവാൻ വേണ്ടി ജഡീക ആസക്തികളിലും ഈ ലോകവ്യാപാര ചിന്തകളിലൊക്കെ നമ്മളെ തകർക്കുവാൻ വേണ്ടി നമ്മുടെ ചുറ്റും ഒരു വലിയ കോട്ട പോലെ, അതായത് നമ്മളെ തകർക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു പ്രതിയോഗിയാണ് പിശാച്. അവൻ അലറുന്ന സിംഹം പോലെ എന്നാണ്. അവൻ ഈ ലോകത്തിൻ്റെ അധിപതിയാണ്, ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതിയാണ്. അവനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ദുഷ്ടാത്മസേനയോട് ആണ് നമുക്ക് പോരാട്ടമുള്ളത്. അല്ലാതെ നമ്മുടെ അയൽവക്കക്കാരനോടോ കൂട്ടുകാരനോടോ പിണങ്ങിയിരിക്കുന്നവരോടോ ഒക്കെ പോരാട്ടം ജഡീകമായിട്ട് നടത്തിയാൽ നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ആത്മീയ ഊർജം മുഴുവൻ അതിൽ കൂടെ പോകും. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആത്മീയ ഊർജം കാണണം. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പള്ളിക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഊർജം എവിടെ? ഊർജമില്ല. ഒരുത്തൻ നമ്മളെ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പൈശാചികമായിട്ടാണ് അവനോട് ഡീൽ ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്താ? ആരാധിച്ചിട്ടും ഊർജം സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടില്ല. ഉള്ള ഊർജ്ജമെല്ലാം അതും ഇതും വഴിയൊക്കെ പോയി. നമ്മൾ തന്നെ കളഞ്ഞതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ചോളണം. കർത്താവിന് പോലും കണ്ടില്ലേ, കർത്താവ് ശുശ്രൂഷ ചെയ്തിടത്തെല്ലാം ഒരു ഗ്രൂപ്പ് ആൾക്കാർ അവനിൽ വിശ്വസിച്ചു. ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഉടനെ പോയി മഹാപുരോഹിതന്മാർക്ക് റിപ്പോർട്ട് ചെയ്തു, ഇവനെ വെച്ചുകൊണ്ടിരിക്കരുത്. 47-ാം വാക്യം, മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും എന്ന് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ മഹാപുരോഹിതന്മാരുടെ പ്രശ്നമെന്ന് പറയുന്നത്, കർത്താവ് ഇങ്ങനെ അടയാളങ്ങൾ ചെയ്തു പോയാൽ അവർക്കിത് വലിയൊരു ഭീഷണിയാവും. എങ്ങനെ ഭീഷണിയാവും? ഇപ്പോൾ അവളുടെ സാമ്രാജ്യം സ്വസ്ഥമാണ്. എങ്ങനെ സ്വസ്ഥമാണ്? റോമാക്കാരോട് അവർക്ക് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഈ റോമൻ ഭരണ കീഴിൽ ഈ മഹാപുരോഹിതന്മാർ സന്തുഷ്ടരായിരുന്നു. കാരണം അവർക്ക് ഏത് വിധേനയും പണമുണ്ടാക്കുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് റോമാക്കാരോട് എതിർപ്പാണെന്ന് ഇവർ കാണിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഈ റോമൻ ഭരണത്തെ അനുകൂലിച്ചിരുന്നു. കാരണം ഇവരുടെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുന്നത് പാവപ്പെട്ട ജനങ്ങൾ മാത്രമാണ്. അവർക്ക് ടാക്സ് കൊടുക്കണം, അവരെ അടിമപ്പണി ചെയ്യണം, അവരെ കാണുമ്പോൾ വണങ്ങി നിൽക്കണം. അങ്ങനെയൊക്കെ സാധാരണ ജനത്തിന് അനുഭവിക്കേണ്ടി വന്നപ്പോൾ അവിടെ രൂപപ്പെട്ടു വന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് സെലറ്റ്സ് എന്ന് പറഞ്ഞാൽ എരിവുകാർ. അങ്ങനെ എരിവുകാരിൽ ഒരുവനായിരുന്നു കർത്താവിൻ്റെ ഒരു ശിഷ്യൻ. അവൻ്റെ പേരെന്തായിരുന്നു? ശീമോൻ. എരിവുകാരനായ ശീമോൻ. ശീമോൻ പത്രോസ് അല്ല, എരിവുകാരനായ ശീമോൻ. ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ റോമൻ പട്ടാളക്കാർ വഴിയിൽ കൂടി പോകുമ്പോൾ പതിയിരുന്ന് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക. വളരെ ആരോഗ്യവാന്മാരായിരുന്നു. ഇവരെപ്പോഴും ആയുധം കൊണ്ടാണ് നടക്കുന്നത്.
അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരും ആയുധം കൊണ്ടായിരുന്നു നടന്നിരുന്നത്. പ്രത്യേകിച്ച് ഈ ശീമോൻ, മൂത്ത ശീമോൻ്റെ കയ്യിലും ആയുധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മൽക്കോസിനെ വെട്ടിയപ്പോൾ ശീമോൻ ഉടനെ കർത്താവിനെ പിടിക്കുവാൻ വന്നപ്പോൾ മൽക്കോസിൻ്റെ കാത് ശീമോൻ പെട്ടെന്ന് അറുത്തത് കയ്യിൽ വാളുണ്ടായിട്ടല്ലേ. ഇതും കൊണ്ടാണ് നടക്കുന്നത്. അത് സ്വന്തം പ്രൊട്ടക്ഷനിക്ക് വേണ്ടി അല്ലായിരുന്നത്, കർത്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിരുന്നു. കർത്താവ് മരിക്കുന്നത് വരെയും ഈ ലോകത്തിലെ ഒരു രാജാവായിരിക്കും എന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം ധാരണ. ഈ ശിഷ്യന്മാരുടെയും ധാരണ, ഈ യോഹന്നാൻ്റെയും ധാരണ. യോഹന്നാന് രഹസ്യങ്ങൾ വെളിപ്പെടുവാൻ തുടങ്ങിയത് അത്താഴ വിരുന്നിൽ മാറോട് ചാരി ഇരുന്നപ്പം തൊട്ടാണ്. അപ്പോൾ തൊട്ടാണ് യോഹന്നാൻ ഈ കാര്യങ്ങൾ വെളിപ്പെട്ടു വന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ കുരിശിൻ്റെ ചുവട്ടിലേക്ക് പോയത്. ഇത് സംഗതി ഈ നമ്മൾ വിചാരിക്കുന്നത് അല്ല, വേറെയാണെന്ന് യോഹന്നാന് മനസ്സിലായതിൻ്റെ കാരണം മാറത്ത് ചാരി ഇരുന്നുകൊണ്ടാണ്. അങ്ങനെ മാറത്ത് ചാരിയിരിക്കുന്നവർക്കേ ദൈവം രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. ബാക്കി എല്ലാവരും പോയല്ലോ. പാറയാണെന്ന് പറഞ്ഞവനും വിശ്വാസം പറഞ്ഞ് നിന്നോടുകൂടി അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോകാമെന്ന് പറഞ്ഞ തോമായും എല്ലാം പോയി. ആരും മാറോട് ചേർന്നിരുന്നില്ല. പക്ഷേ യോഹന്നാൻ അത്താഴ സമയത്ത്, വിശുദ്ധ കുർബാന സമയത്ത് മാറോട് ചേർന്നിരുന്നപ്പോൾ പെട്ടെന്ന് രഹസ്യം വെളിപ്പെട്ടു. അതുകൊണ്ട് യോഹന്നാന് മനസ്സിലായി വിട്ടുപോകുവാൻ പറ്റുന്നതല്ല ഈ സ്നേഹം എന്ന് മനസ്സിലായതുകൊണ്ട് അതിനുശേഷം എല്ലാവരും പിന്മാറിയപ്പോൾ അന്നേരം തൊട്ട് യോഹന്നാൻ ചേർന്ന് നിന്നു. അതുവരെ പത്രോസൊക്കെ ആയിരുന്നു ഏറ്റവും അടുത്ത്. എന്ന് പറഞ്ഞാൽ പത്രോസ് കഴിഞ്ഞേ ബാക്കി എല്ലാവരും ഉള്ളൂ. ഇപ്പോൾ തൊട്ട് യോഹന്നാൻ കുരിശിനോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയതിൻ്റെ കാര്യം മാറോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊരു വലിയൊരു ഗ്രൂപ്പ്, സെലറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആ സമൂഹത്തിലെല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇവരുടെ കയ്യിൽ എപ്പോഴും ആയുധങ്ങളുണ്ട്. ഏതെങ്കിലും റോമൻ പടയാളി അതുവഴി നടന്നു പോകുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരപ്പോഴേ കൊന്നുകളയും. ഇതാണ് അവരുടെ ജോലി. എന്നിട്ട് അവർ അപ്പോൾ തന്നെ അപ്രത്യക്ഷമാവും. നമ്മുടെ പഴയ ഭാരതീയ സംസ്കാരത്തിൽ ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഒളിപ്പോരെന്നാണ്. ഒളിപ്പോർ, ഒടിയൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഒളിപ്പോരിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെയായിരുന്നു ഇവരുടെ ആക്രമണം. അതുകൊണ്ട് അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. പിന്നെ തങ്ങളുടെ ആ ഭരണവും അധികാരവും എല്ലാം നഷ്ടപ്പെടും എന്നുള്ളത് മഹാപുരോഹിതന്മാരുടെ ഒരു വലിയ ഭയമായിരുന്നു. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും. ഇവിടെ റോമാക്കാരും വന്ന് നമ്മുടെ ജനത്തെ എടുത്തു കളയും എന്ന് ഇവർക്ക് തോന്നുന്നത് കൊണ്ടാണ് കർത്താവിനെ കൊല്ലുവാൻ സഹോദരന്മാർ പോലും ശ്രമിച്ചത്. അതായത് ഇവർ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ ആ അവർ പറയുന്ന രീതിയിൽ വേണം നടക്കുവാൻ. അതിഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഈ സെലറ്റ്സൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്ത് കളയും എന്നുള്ള ഭീതി ആരിലാണ് വന്നത്? ഈ മഹാപുരോഹിതന്മാരിലും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കർത്താവിൻ്റെ സഹോദരന്മാരിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ സഹോദരന്മാർ കർത്താവിനെ ദ്വേഷിച്ചത് ഈ ജന്മനായുള്ള വിരോധമൊന്നുമല്ല, സ്വന്തം പ്രാണനെ ഭയന്നിട്ടാണ്. കാരണം കർത്താവിൻ്റെ കൂടെ നടക്കുന്നു, കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾക്കും അല്ലെങ്കിൽ അവൻ്റെ സുവിശേഷ വേലയ്ക്കും കൂടെ നിൽക്കുന്നു എന്നൊരു പേര് അവർക്കുണ്ടായാൽ എന്തെങ്കിലും കാര്യമായൊരു വിഷയം വരുമ്പോൾ ഈ സഹോദരന്മാർ കൊല്ലപ്പെടും. അതുകൊണ്ടാണ് തങ്ങൾ കൊല്ലപ്പെടാതിരിക്കാൻ കർത്താവിനെ കൊന്നുകളഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഈ സഹോദരന്മാർ കർത്താവിനോട് എതിർത്ത് നിന്നതും മലയുടെ മണ്ടയ്ക്ക് കൊണ്ടുപോയി തള്ളിയിടുവാനൊക്കെ ശ്രമിച്ചത് ഈ സഹോദരന്മാരാണ്. കർത്താവിൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ കസിൻസ്, സ്വന്തം രക്തത്തിൽ ഉള്ളവരല്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് പാപം കൂടാതെ അമലോത്ഭവനായി ജനിച്ചവനാണ്, കന്യകയിൽ നിന്ന് ജനിച്ചതാണ്.
ആ കന്യാമറിയാമിനുള്ള മറ്റ് സഹോദരങ്ങളുടെ കാര്യമല്ല പറയുന്നത്. അങ്ങനെ സഹോദരന്മാർ കന്യാമറിയാമിനില്ല. അതേസമയം കർത്താവിൻ്റെ കസിൻസുണ്ട്. സഹോദരന്മാർ എന്നുള്ള വാക്കിന് വേദപുസ്തകത്തിൽ കസിൻസ് എന്നൊരു അർത്ഥമുണ്ട്. അത് വേറൊരു വിഷയമാണ്. അത് ആദ്യമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവർ കർത്താവിനെ അങ്ങ് കൊന്നുകളഞ്ഞാൽ തങ്ങളുടെ ജീവന് സംരക്ഷയുണ്ടല്ലോ എന്നോർത്തങ്ങനെ ചെയ്തതാണ്. അതാണ് ഇവിടെ പറയുന്നത്. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകത്തക്കവണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ. അന്നു മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കയ്യാപ്പാവ് എന്ന മഹാപുരോഹിതൻ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശത്രുവാണ്. അന്നത്തെ മഹാപുരോഹിതന്മാരും സാധുക്യനും ശാസ്ത്രിമാരുമെല്ലാം കർത്താവിന് വിരോധമായി നിൽക്കുന്നവരാണ്. വിരോധമായി നിൽക്കുമ്പോഴും ഇവൻ ഇവിടെ ഒരു പ്രവചനം നടത്തുന്നുണ്ട്. ഇവൻ മഹാപുരോഹിതനാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പുരോഹിതൻ ദൈവത്തിന് എതിരായിട്ട് നിൽക്കുമ്പോഴും, അതായത് പുരോഹിതൻ തൻ്റെ ജീവിത വിശുദ്ധി നഷ്ടമാക്കുമ്പോഴും അവനൊരു ബലി അർപ്പിച്ചാൽ ആ ബലിയിൽ ശക്തിയുണ്ട്. അതായത് ഇവിടെ കയ്യാപ്പാവിൻ്റെ സ്വഭാവ രീതി അനുസരിച്ച് പ്രവചനവരം കിട്ടേണ്ടതല്ല. കാരണം ഇവൻ ദൈവത്തോട് മത്സരിക്കുന്നവനാണ്. അതേസമയം ഇവിടെ അത്യുഗ്രമായ ഒരു പ്രവചനം കയ്യാപ്പാവ് പ്രവചിക്കുകയാണ്. എന്താണ് പ്രവചിക്കുന്നത്? ജനത്തിന് വേണ്ടി ഒരുവൻ മരിപ്പാൻ പോകുന്നു എന്നുള്ള പ്രവചനം കയ്യാപ്പാവിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ഏത് മഹാപുരോഹിതനും ബലഹീനനും കുറവുള്ളവനുമാണെങ്കിലും അവൻ അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ശക്തിവ്യാപാരമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ച് പറയുകയാണ്. ഇനിയും 54-ാം വാക്യം, അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രീമീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹായ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചു. ദേവാലയത്തിൽ നിന്നുകൊണ്ട്, എന്തു തോന്നുന്നു, അവൻ പെരുന്നാളുകൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. കർത്താവ് എവിടെയാണ് താമസിക്കുന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പട്ടാളക്കാർ വാളും വടിയും കുന്തവുമായിട്ട് വന്നിട്ട് യൂദായെ ഭരമേൽപ്പിച്ചത്. ആരാണ് ഈ കൂട്ടത്തിൽ? യേശു. ഇവനെവിടെയാണ് താമസിക്കുന്നത് അറിയത്തില്ല, എവിടെ അപ്രത്യക്ഷമാകുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് വളരെ സൂക്ഷ്മതയോടാണ് കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുന്നത്. ഇതുവരെ അത്രയും സൂക്ഷ്മത എടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്നറിയാം? ഇനിയും സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളും കർത്താവ് നീങ്ങുന്നത്. ഒരു കാര്യം നടക്കണം. ഏത് കാര്യം? ഏതാണ്? പെസഹ നടക്കണം. കർത്താവ് വന്ന ദൗത്യമേ അതാണ്. ഇത് നടക്കാതെ തനിക്ക് മരിക്കുവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ ആരും കൊല്ലുവാൻ പാടില്ല, പിടിക്കപ്പെടുവാൻ പാടില്ല. അതുകൊണ്ട് ഈ ലാസറിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള കർത്താവിൻ്റെ എല്ലാ നീക്കങ്ങളും അല്പം ബുദ്ധിപൂർവം കൂടിയായിരുന്നു. പൗലോസ്ലീഹ പറയുന്ന പോലെ, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോൾ ഇനിയുള്ള കർത്താവിൻ്റെ നീക്കങ്ങൾ 12-ാം അധ്യായം തൊട്ട് നമ്മൾ ഇനിയും പിന്നീട് പഠിക്കുവാൻ പോകുമ്പോൾ കർത്താവിൻ്റെ ബുദ്ധിപരമായ ചടുല നീക്കങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഈ സർവ്വസൃഷ്ടിയെ രക്ഷിക്കുവാൻ താൻ കാൽവറിയിൽ കയറുവാനുള്ള നീക്കം കർത്താവ് തന്നെ തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം പ്ലാൻ ചെയ്യുകയാണ്. മുൻകൂട്ടി മുൻനിർണയിച്ച സാധനം
കർത്താവ് തന്നെ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായിട്ട് അവിടെ പാർക്കുകയാണ്. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, പെസഹ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ആഘോഷമല്ല, മഹാ ഉത്സവമാണ്. കൂടാരപ്പെരുന്നാൾ, പെസഹ, പെന്തിക്കോസ്തി. കൂടാരപ്പെരുന്നാളിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് 6-7 അധ്യായങ്ങളിൽ പഠിച്ചു. ഏറ്റവും വലിയ പെരുന്നാൾ പെസഹ തന്നെയാണ്. ഏകദേശം 5 ലക്ഷം ആൾക്കാരാണ് യെരുശലേം എന്ന ആ ചെറിയ പട്ടണത്തിൽ വന്നുകൂടുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, 5 ലക്ഷം. 2 ലക്ഷം ആടുകളെങ്കിലും അറുക്കും. 2 ലക്ഷം. യെരുശലേം നഗരവീതിയിൽ കൂടി ചോരപ്പുഴ ഒഴുകും. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും ഒക്കെ അർപ്പിക്കുന്നതിൻ്റെ ആ തിക്കും തിരക്കും ഒരു വലിയ മഹാ ഉത്സവം പോലെയാണ്. എല്ലാ യഹൂദന്മാരും യെരുശലേമിലുണ്ട്. ആ സമയത്താണ് കർത്താവിനെ ക്രൂശിക്കുവാൻ അവർ തീരുമാനിക്കുന്നത്. ഒരു ബഹളത്തിനിടയിൽ ഇത് നടത്തിയാൽ അതങ്ങ് നടന്നു പോകും. അതായിരുന്നു അവരുടെ ഉദ്ദേശം. നമുക്ക് ഇന്നത്തെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചില സാഹചര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അല്ലേ? സമൂഹത്തിലെ ഈ രാഷ്ട്രീയ ചില വികൃതമായ രീതികൾ ഒരു സംഭവം മറയ്ക്കുവാൻ വേണ്ടി മറ്റൊരു സംഭവം കൊണ്ടുവരികയാണ് എന്ന് പറയുന്നത് പോലെ, കർത്താവിനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങ് വധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ പോകും. ഇതങ്ങ് നടക്കും. അതായിരുന്നു ഈ സമയം തന്നെ നോക്കി വെച്ചത്. പെസഹ പെരുന്നാളിൽ ലോകത്തെ ചിതറിപ്പാർത്തിരിക്കുന്ന എല്ലാവരും യെരുശലേമിൽ വരും. കയ്യാപ്പ പ്രവചിച്ചിട്ടുണ്ട്, ഈ ജനത്തിന് വേണ്ടി മാത്രമല്ല ചിതറിപ്പാർക്കുന്ന ജനത്തിന് വേണ്ടിയും കൂടെ മരിപ്പാനൊരുവനിരിക്കുന്നു എന്ന് കയ്യാപ്പാവിനെ കൊണ്ട് പ്രവചിപ്പിക്കുകയും ആ പ്രവചനം കർത്താവിൽ ഈ പെസഹ പെരുന്നാളിൽ പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പെസഹ പെരുന്നാളിനെ പറ്റിയൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പെസഹ പെരുന്നാളിനെ പറ്റിയുള്ള വർണ്ണനകൾ, ആ പെസഹ പെരുന്നാളിൽ എങ്ങനെയാണ് അവർ നടത്തിയിരുന്നത്, അത് വെള്ളിയാഴ്ച ദിവസം തന്നെയായിരുന്നു. പലരുടെയും മനസ്സിൽ പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത് ബുധനാഴ്ച വൈകിട്ടെന്നാണെന്നും വ്യാഴാഴ്ചയാണെന്നും ഒക്കെയാണ്. അപ്പോൾ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് അറുക്കപ്പെട്ടത് എപ്പോഴാണ്, കുഞ്ഞാട് അറുക്കപ്പെട്ടത് എപ്പോഴാണ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല ദൈവിക മർമ്മങ്ങളും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് പഠിക്കുവാനുണ്ട്. കാരണം യോഹന്നാൻ സാക്ഷീകരിക്കുന്നത് കർത്താവ് അറുക്കപ്പെടുന്ന അതേ സമയത്താണ് പെസഹ കുഞ്ഞാടിനെ അറുത്തത് എന്നാണ്. മറ്റ് സുവിശേഷങ്ങളിൽ അതിൽ നിന്ന് അല്പം ഒരു വ്യത്യാസമുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ഏതായാലും പെസഹ എന്ന് പറയുന്ന ആ ദിവസത്തിന് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എന്ത് തോന്നുന്നു, അവൻ പെരുന്നാളുകൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എല്ലാവരും ആളെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് അങ്ങ് വളരെയധികം ഫേമസായി. മറ്റേ അങ്ങനെ ആയിരുന്നില്ല. എല്ലാവർക്കും അറിയാം. ഒരു വലിയൊരു കൂട്ടം ജനം അവൻ്റെ പിന്നാലെയുണ്ട്. മാത്രമല്ല രാജാവായി വാഴിക്കുകയും ചെയ്തു. പക്ഷെ അവരുദ്ദേശിച്ച ഒരു രീതിയിലുള്ള ഒരു വാഴ്ച നടക്കാഞ്ഞതുകൊണ്ട് ജനം മുഴുവൻ കൺഫ്യൂഷനായി. ഇതെന്താണ് സംഭവം? അതിൻ്റെ ഇടയ്ക്ക് ലാസറിനെ കൂടെ ഉയർപ്പിച്ചു. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പന്തികേടാകും എന്ന് കർത്താവിൻ്റെ ശത്രുപക്ഷത്തുള്ളവർ മനസ്സിലാക്കുന്നു. എന്നാൽ വലിയൊരു ജനം അവൻ്റെ പിന്നാലെ ഉള്ളതുകൊണ്ട് കർത്താവിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ ആകെപ്പാടെ വളരെ ബുദ്ധിമുട്ടിലായി. അപ്പോൾ പെരുന്നാളിൻ്റെ സമയത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അവൻ പെരുന്നാളും വരുമോ ഇല്ലയോ എന്ന് തമ്മിൽ ഓരോരുത്തർ പറയുവാൻ തുടങ്ങി. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. ലുക്കൗട്ട് നോട്ടീസ്. കർത്താവിൻ്റെ പടമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവർ ഒട്ടിച്ചേനെ. ഇന്ന് ലുക്കൗട്ട് നോട്ടീസൊക്കെ കൊടുക്കുമ്പോൾ പലയിടത്തും ഒട്ടിച്ചു വെച്ചിട്ടില്ലേ, കാണുവാനില്ല. പക്ഷേ അന്ന് വിളംബരം ചെയ്ത് എല്ലാവരോടും അറിയിച്ചിരുന്നു, എവിടെയെങ്കിലും ആളെ കാണുവാണെങ്കിൽ ആളെ ലൊക്കേറ്റ് ചെയ്യണം, ആളെ തൂക്കിയെടുത്തുകൊണ്ട് വരികയും വേണം. അതുകൊണ്ട് തന്നെ ഇനിയുമുള്ള കർത്താവിൻ്റെ എല്ലാ നീക്കങ്ങളും വളരെ സൂക്ഷ്മതയോടെയാണ്. അങ്ങനെ ഈ 11-ാം അധ്യായം നമ്മൾ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നമുക്ക് 12-ാം അധ്യായം മുതൽ ഇനിയും കർത്താവിൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട മർമ്മങ്ങൾ ധ്യാനിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കി ഭാഗം തുടരാം. കാരണം ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വളരെ വിശുദ്ധമായ ഒരു പെരുന്നാളിലേക്കാണ്.
നമുക്കറിയാം, സഭ ജന്മപ്പെരുന്നാളിനെ ഏറ്റവും ശ്രേഷ്ഠമായൊരു പെരുന്നാളായിട്ടാണ് കൊണ്ടാടുന്നത്. അത്ഭുതമാകണം ഇത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് എങ്ങനെ ജഡം ധരിക്കാൻ പറ്റുമോ? ദൈവത്തിന് എല്ലാം സാധ്യമായതുകൊണ്ട് മാത്രം സംഭവിച്ചാണിത്. സത്യത്തിൽ ദൈവത്തിന് ജഡം ധരിക്കുവാൻ സാധ്യമല്ലാത്തതല്ല, അത് അനുയോജ്യമല്ല. അപ്രാപ്യമല്ല, പക്ഷെ അനുയോജ്യമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്രാപ്യമല്ല. ദൈവം ജഡമാകുന്നു എന്ന് പറഞ്ഞാൽ അത് അപ്രാപ്യമല്ല. കാരണം ദൈവത്തിന് സകലതും സാധ്യമാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, അനുയോജ്യമല്ല. അനുയോജ്യമല്ലാത്ത സാധനത്തെ ദൈവം തൻ്റെ സ്നേഹത്താൽ യോജ്യമാക്കി തീർക്കുകയാണ്. അപ്പം അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം കർത്താവിൽ കൂടി വെളിപ്പെടുന്നത്. ഫിലിപ്പിയ ലേഖനം 2:5 ഫിലിപ്പിയ ലേഖനം 2:5 അതാണ് വേദശാസ്ത്രജ്ഞന്മാർ ഈ ഭാഗത്തെ പറയുന്നത് തിയറി ഓഫ് കെനോസിസ് എന്നാണ്. കെനോട്ടിക് തിയറി. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശ് മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നമ്മൾ വായിച്ചു വിട്ടപ്പം വളരെ എളുപ്പമായിട്ടങ്ങ് വായിച്ചു വിട്ടു. ഇതിനെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ, ഞാനിത് 1-2 പറഞ്ഞിട്ടുണ്ട്. അതായത് വളരെ സുഖലോലുപതയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ, അവൻ ആ കംഫർട്ട് സോണിൽ ഏറ്റവും സന്തുഷ്ടനുമാണ്. അതിന് അല്പം പോലും താഴെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്ക് സന്തോഷമാണ്. നമുക്കെല്ലാവർക്കും ഓരോ കംഫർട്ട് സോൺ ഉണ്ടല്ലോ. ഞാനിപ്പോൾ എവിടെ പോയാലും എൻ്റെ ഈ മുറിയിലിരിക്കുന്നതിൻ്റെ സന്തോഷം എനിക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകൃതമായി എനിക്ക് ഏത് രീതിയും മാനേജ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ സ്പേസ് ഞാൻ കിടക്കുന്ന മുറി അല്ലെ എൻ്റെ ഭവനമാണ്. അതിനേക്കാൾ സൗകര്യമുള്ള സ്ഥലം തരാമെന്ന് പറഞ്ഞാലും നമ്മളുടെ മുറിയിൽ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. ദൈവത്തിൻ്റെ ആ ആനന്ദ സന്തോഷ സമൃദ്ധിയിലിരിക്കുന്ന ദൈവത്തെ, അല്ലെങ്കിൽ അങ്ങനെ ദൈവം എന്നുള്ള അത് വിടുക, അങ്ങനെ ഒരു മനുഷ്യനെ, അവനെ കോടതി വിധിക്കുകയാണ്. നിൻ്റെ വാസം ഇനി മുതൽ സെപ്റ്റി ടാങ്കിലാണ് എന്ന് വിചാരിക്കുക. ജയിലിൽ പോലും അല്ല കേട്ടോ, ജയിലിൽ പോലും അല്ല. ജയിലിൽ കിടന്നാൽ പോലും നമുക്ക് അത് ഉൾക്കൊള്ളുവാൻ പറ്റില്ല. ആ ഗ്രാവിറ്റി മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ആ ഡിഫറൻസ്. കാരണം ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു, അല്ലേ? 2 കൊരിന്ത്യർ 3:17 കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? 3:17 ഒന്ന് കൺഫേം ചെയ്തവർ. 3:17 കർത്താവ് ആത്മാവാകുന്നു, യേശു ആത്മാവാകുന്നു. മതി, ആ വാക്യം മാത്രം മതിയായിരുന്നു എനിക്ക്. കർത്താവിൻ്റെ ആത്മാവുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, കർത്താവ് ആത്മാവാകുന്ന കർത്താവിന് എന്താവണം? ജഡമാകണം. അനുയോജ്യമേ അല്ല. കാരണം ആത്മാവ് ജഡത്തിനും ജഡം ആത്മാവിനും വിരോധമായിരിക്കുന്നുവെന്ന് നമ്മൾ റോമർക്കെഴുതിയ ലേഖനം പഠിച്ചപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ ആത്മീക വ്യാപാരങ്ങളിൽ കർത്താവ് ഈ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുമ്പോൾ ജഡവ്യാപാരത്തിലുള്ള മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാവാതെ പോകുന്നതും അവനെ ജഡത്തിൽ ക്രൂശിക്കുന്നതും. ആത്മാവിന് ജഡമാകുക എന്ന് പറഞ്ഞാൽ അത് ഒക്കത്തില്ലത്. പക്ഷേ നമുക്ക് വേണ്ടി അതാവുകയാണ്. എന്തിനാണ്? ജഡത്തിലെ ബലഹീനത നീക്കുവാൻ
ബലഹീനമായൊരു ശരീരം കർത്താവ് എടുത്തിട്ട് ഒറ്റ കാര്യം മാത്രം അവോയ്ഡ് ചെയ്ത് വെച്ച് മറ്റെല്ലാ കാര്യത്തിലും നമ്മളോട് തത്തുലനായി. ആ മാറ്റിവെച്ച കാര്യം എന്താണ്? പാപം. അത് കോംപ്രമൈസ് ഇല്ല. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ശരീരം പല കാര്യങ്ങൾക്ക് ബലഹീനമാണ്. എന്നാൽ ബലഹീനത ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളതിനെ എന്ത് ചെയ്യാൻ പോയാൽ, ന്യായീകരിക്കാൻ പോയാൽ അത് അബദ്ധമാണ്. ബലഹീനതകൾ എല്ലാ ശരീരത്തിലുമുണ്ട്. ഈ ശരീരത്തിന് അതേ ഉള്ളൂ. നമ്മൾ റോമർക്ക് ലേഖനം പഠിച്ചപ്പോൾ ഇതെല്ലാം പഠിച്ചതാണ്. എങ്കിലും വീണ്ടും പറയുകയാണ്, ഈ ശരീരത്തിന് അതേ ഉള്ളൂ. അപ്പോൾ ഈ ശരീരത്തിന്, മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി ഈ ശരീരത്തിന്മേൽ വ്യാപിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിലെ ഈ ശക്തി കിട്ടത്തുള്ളൂ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, റോമർ 8-ാം അധ്യായം എത്രാം വാക്യമാണെന്ന് കണ്ടുപിടിച്ച്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ എത്രാം വാക്യമാണ്? 8-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിച്ചേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ അതാരാണ്? ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ആരാണ്? പിതാവാം ദൈവം. അവൻ എന്തു ചെയ്യും? നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അതായത് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് അതാരാണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് അതാരാണ്? പിതാവാം ദൈവമാണോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ ആരാണ്? അല്ല, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ ആരാണ്? പിതാവ്. അവൻ്റെ ആത്മാവ് അതാരാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. അതായത് ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട്. യേശു, പരിശുദ്ധാത്മാവ്, പിതാവ്. അതാണ് പറയുന്നത്. പിതാവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അവൻ അതേ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും എന്ന് വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുമെന്നറിയാമോ? മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകും. ഈ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും എന്ന് പറയുന്നത് നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണെങ്കിൽ തന്നെയും നമ്മൾ മരണത്തെപ്പറ്റി വളരെ വിശദമായിട്ട് മറ്റൊരു തലം ഈ അധ്യായത്തിൽ 11-ാം അധ്യായത്തിൽ പഠിച്ചതാണ്. മരണം എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, പിന്നെയോ ആത്മാവിലല്ല. നിങ്ങൾ ഇനി സ്പെസിഫിക്കായിട്ട് പറയണം, വളരെ സ്പെസിഫിക്കായിട്ട് പറയണം. ആത്മാവിനല്ല മരണം, ആത്മാവ് മരിക്കുന്നില്ല, ജഡം മരിക്കുന്നുണ്ട്. പിന്നെന്താണ്? ദേഹി. അതൊക്കെ ഇനി നിങ്ങളതൊക്കെ പറയണം. നിങ്ങൾ പിന്നെ എന്തിനാണ് ഇതെല്ലാം കേൾക്കുന്നത്? ദേഹിയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ് ഈ അധ്യായത്തിൽ? 11-ാം അധ്യായത്തിൽ മാർത്ത. ശരീരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലാസർ നിൽക്കുകയാണ്. ദേഹിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാർത്ത നിൽക്കുകയാണ്. ആത്മാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറിയ നിൽക്കുകയാണ്. ഈ ദേഹിക്കൊരു മരണമുണ്ട്. അങ്ങനെ ഒരു മരണാവസ്ഥയിലാണ് മാർത്തയ്ക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാതിരിക്കുവാനും ലോകകാര്യങ്ങളിലോട്ട് പോകുവാനും തോന്നിയത്. ആ ദേഹിയെ ഉയർപ്പിക്കുവാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് കർത്താവ് ഒരു വിളി വിളിച്ചാൽ മതി. അതുകൊണ്ടാണ് മാർത്തയോട് പറഞ്ഞത്, ഇവിടെ വാ, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കും. എവിടെ പോവാണ്? പിശാചിൻ്റെ പുറകെ പോവാണ്. ഈ ദേഹിക്കുള്ള പ്രശ്നമാണിത്. ഇത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലാണ്. ജഡത്തിന് ബലഹീനത ചെയ്യാനേ താല്പര്യമുള്ളൂ. ശ്രദ്ധിച്ചോണം, ജഡത്തിന് ബലഹീനതകൾ ചെയ്യാനേ താല്പര്യമുള്ളൂ. ആത്മാവിനാണെങ്കിൽ ദൈവിക കാര്യങ്ങൾ അന്വേഷിക്കാനേ താല്പര്യമുള്ളൂ. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, ആത്മാവും ജഡവും ശത്രുവാണ്. 8-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്, അതല്ലേ? നമുക്ക് 8-ാം അധ്യായം ഒന്നുകൂടെ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം ഒന്നുകൂടെ ഒന്ന് എടുക്കാം.
റോമർക്കെഴുതിയ ലേഖനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണെങ്കിലും നിങ്ങൾക്ക് അതൊന്ന് റിഫ്രഷ് ചെയ്താൽ ഒന്നും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. 8-ാം അധ്യായത്തിൽ അത് വളരെ വിശദമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് അത് 8-ാം അധ്യായം ഒന്നുകൊട്ടങ്ങ് വായിച്ചോ, നല്ല ഒന്നാം തരം അധ്യായമാണ്. ഭയങ്കര അനുഗ്രഹമുള്ളൊരു അധ്യായമാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം. അത് വായിക്കുന്നതിൻ്റെ അത്രയും സുഖം വേറെ ഒരു ഭാഗവും വായിച്ചാൽ നമുക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, കണ്ടോ, ജഡത്തിന് ഇത് മാത്രമേ ഉള്ളൂ. ജഡത്തിന് ഇത് മാത്രമേ ഉള്ളൂ, ബലഹീനതയേ ഉള്ളൂ. ഏത് ലോകബലഹീനത കണ്ടാലും ഏത് പരിശുദ്ധൻ്റെയും ജഡം അങ്ങോട്ട് പോകും, പിടിച്ചു വലിക്കും. ആത്മാവ് നേരെ ഇപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വലിക്കുവാൻ ഉള്ള ശക്തി ജഡത്തിലേക്ക് കൊടുക്കുവാൻ ശ്രമിക്കും. ആത്മാവിൽ ആ ശക്തി വ്യാപാരം ഇല്ല എന്നുണ്ടെങ്കിൽ, അത് മാമോദീസായിൽ ഒരു ശക്തി കിട്ടി അതിനെ അങ്ങനെ മൂടി വെച്ചേക്കുക, അതിനെ നവീകരിച്ചില്ല, അതാണ് പ്രശ്നം. ആത്മാവിൽ ശക്തി വ്യാപാരമൊക്കെ സകല ആത്മീക നൽവരങ്ങളാലും നിറച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്തോട്ട് ചാടുന്നില്ല. കാരണം എന്താണ്? ഇടയ്ക്ക് നിന്ന ഈ ദേഹി ജഡം പറയുന്നതെല്ലാം കൂടെ കേട്ട് അതിനകത്തെല്ലാം കറുത്ത പൊടിപടനങ്ങൾ പിടിച്ച് ആത്മാവിൻ്റെ പ്രകാശം പുറത്തേക്ക് വരാതിരിക്കത്തക്കവണ്ണം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആത്മാവ് കത്തിത്തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേ ഇതിൻ്റെ വ്യാപാര ശക്തി പുറത്തേക്ക് വരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കയ്യാലപ്പുറത്ത് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അപ്പോൾ ആത്മാവ് ഇത് പറയും, ദൈവീക കാര്യങ്ങൾ അന്വേഷിക്കുക. കാരണം എന്താണ്? ആത്മാവിന് എന്തുകൊണ്ടാണ് ഈ തിരിച്ചറിവ് വന്നതെന്നറിയാമോ? എന്തുകൊണ്ടാണ് തിരിച്ചറിവ് വന്നത്? ജഡം ഉണ്ടായത് ജഡത്തിൽ നിന്നാണ്. എന്താണ്? ജഡമുണ്ടായത് ജഡത്തിൽ നിന്നാണ്. ഒരു മനുഷ്യൻ്റെ ബീജത്തിൽ നിന്ന് ഉരുവായതാണ് ഈ ജഡം. കെടുന്ന ബീജത്തിൽ നിന്ന് ഉരുവായതാണ് ജഡം. ആത്മാവ് ഉരുവായത് കെടാത്ത ബീജത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവ് ക്രിസ്തുവിൽ ഉരുവായതാണ്. അതെന്നോ ഉരുവായി. ഞാൻ എഫേസ്യർക്ക് ലേഖനം പഠിപ്പിക്കുന്നതിനകത്ത് ആ കാലസമ്പൂർണതയുടെ കാര്യത്തിൽ മുൻ നിർണയം, മുൻ നിശ്ചയം എന്നുള്ള കാര്യമൊക്കെ പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചത് ഒരു സമയപരിധിക്കകത്തല്ല, കാലത്തിന് മുമ്പാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൽ നമ്മുടെ ആത്മാവുണ്ട്. ഈ നമ്മുടെ എൻ്റെയും നിൻ്റെയും ആത്മാവിനെ വഹിച്ചുകൊണ്ടാണ് കർത്താവ് കാൽവറിയിലേക്ക് കയറിയത്. എന്തിന്? ഇന്ന് ഞാൻ ചെയ്യുന്ന അശുദ്ധമായ വ്യാപാരങ്ങൾക്ക് പകരമായി അത് മുന്നമേ കർത്താവ് കണ്ടിട്ട് അതിൻ്റെ ശിക്ഷ നമ്മൾ ചെയ്യുവാൻ പോകുന്നതിനെ മുന്നമേ ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിലേക്ക് കയറി. ഇതാണ് കർത്താവ് ചെയ്തത്. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ പറ്റത്തുള്ളൂ. ഇത് ആലോചിച്ച് വേണം നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുവാൻ. ഓരോ അടി കൊണ്ടതും ആണിയടിച്ചതും എല്ലാം ഞാൻ ഇന്ന് ചെയ്ത പാപത്തിനെ കർത്താവ് അന്ന് കണ്ടുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കണം. ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു തിന്മ കർത്താവ് അന്നേ കണ്ടു. പക്ഷെ കർത്താവിനൊരു പദ്ധതിയുണ്ട് എല്ലാവരെയും പറ്റിയും, അത് കർത്താവ് നിർവഹിക്കും. പക്ഷേ ആ പദ്ധതി ഏൽപ്പിക്കുന്നവൻ ജഡത്തിൻ്റെ ബലഹീനതയിലേക്ക് വീണു പോകുമ്പോൾ ആ ബലഹീനതയിൽ അവൻ വീണു പോയതിനെ പരിഹരിക്കുവാനായിട്ട് അത് മുന്നമേ കണ്ടിട്ട് കർത്താവ് കാൽവറിയിൽ അത് വഹിച്ചുകൊണ്ട് കയറിയിട്ടുണ്ട്. ആ കയറിയപ്പോൾ നമ്മുടെ ആത്മാവ് കർത്താവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്, ക്രിസ്തുവിൽ. അത് മുന്നമേ കർത്താവിൽ ആ ആത്മാവ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ ആത്മാവിന് ദൈവിക രഹസ്യങ്ങളെല്ലാം അറിയാം, ജഡത്തിൻ്റെ ബലഹീനതയും അറിയാം. അപ്പോൾ ആത്മാവ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രബോധനം തന്നുകൊണ്ടിരിക്കും. ഇന്നത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, കാരണം നിൻ്റെ ജീവൻ ഇവിടെയല്ല, നിനക്കൊരു നിത്യജീവനുണ്ട്, ഈ ജഡം കൊണ്ട് അത് നഷ്ടമാക്കരുത് എന്ന് ആത്മാവ് ഉള്ളിൽ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജഡം പറയും, എന്തോന്ന് ആത്മാവ്, ഇവിടെയാണ് നമുക്ക് സന്തോഷവും സുഖവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജഡം നമ്മളെ ലോകവ്യാപാരങ്ങളിലേക്ക് വലിച്ചിടും.
വലിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ഇതിൽ വഴിപ്പെടണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾ സഹകരിക്കണം. അയാളാണ് തീരുമാനിക്കുന്നത്. ആര്? മാർത്ത, ദേഹിയാണ് തീരുമാനിക്കുന്നത് ജഡത്തിൻ്റെ കൂടെ പോകണോ അതോ ആത്മാവിൻ്റെ കൂടെ പോകണോ. ഇതിങ്ങനെ കയ്യാലപ്പുറത്തിരിക്കുക. 95% ആൾക്കാരുടെയും ദേഹിയുടെ മണ്ഡലം ഈ ജഡം പറയുന്നത് അനുസരിക്കും. കാരണം ആത്മാവിൻ്റെ വ്യാപാരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ജഡീക സുഖം കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് ജഡത്തിൻ്റെ ആഗ്രഹത്തിന് ദേഹി വഴിപ്പെടും. അങ്ങനെ ദേഹി അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ആത്മാവ് ഇപ്പുറത്തിരുന്ന് ഞരങ്ങും. അതാണ് റോമർക്കെതിരെ ലേഖനത്തിൽ പറയുന്നത്. ഇവനെ എങ്ങനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? അപ്പം ആത്മാവ് വളരെയധികം ദുഃഖിക്കുകയാണ്. കാരണം ഇത് കർത്താവിൻ്റെ സാരാംശത്തോട് ചേർന്നിരിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ആത്മാവ്. അതായത് കടലിൽ നിന്ന് ഒരു പൈപ്പ് എടുത്തിട്ട് ആ പൈപ്പിൽ കൂടി നമ്മൾ ഇപ്പുറത്ത് വെള്ളം കുടിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ പൈപ്പിൽ കൂടി വരുന്ന വെള്ളം നമ്മുടെ ആത്മാവും കടലിൽ കിടക്കുന്ന വെള്ളം പരിശുദ്ധാത്മാവുമാകുന്നു എന്ന് സങ്കല്പിക്കുന്നത് പോലെയാണ് ദൈവാത്മാവും മനുഷ്യാത്മാവും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇത് രണ്ടും ആത്മാവാണ്, ഇത് കണക്റ്റഡാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ആത്മാവ്. അതുകൊണ്ട് തന്നെ ആത്മാവ് നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കത്തില്ല. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാന ദൂതന്മാർ ആയിരുന്ന ലൂസിഫറും ആ സൈന്യവും നശിച്ചു പോയതുകൊണ്ടാണ് പിന്നീടൊരു മനുഷ്യാദിയെ സൃഷ്ടിച്ചപ്പോൾ ജീവവൃക്ഷം കൊടുക്കാതെ നിർത്തിയിരുന്നത്. അത് സമയത്തെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൂതന്മാർ ആത്മാക്കളാകുന്നു എന്നൊരു വചനമുണ്ട്. അത് ആത്മാക്കളാണ്. അത് നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു വൃന്ദം പോയി. അപ്പോൾ അതിന് മുകളിലാണ് മനുഷ്യജാതിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലൂസിഫർ എന്ന് പറയുന്ന ആ വലിയ വൃന്ദത്തിന് മുകളിലാണ് മനുഷ്യജാതിക്ക് സ്ഥാനം. അതുകൊണ്ടാണ് ദൂതന്മാർ നിങ്ങളുടെ സേവക ആത്മാക്കളല്ലയോ എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ശരിക്കും ദൂതന്മാർ മനുഷ്യരുടെ സേവകരാണ്. പക്ഷേ അവരുടെ പരിശുദ്ധിയിൽ നമുക്ക് ആശ്രയിക്കാം. കാരണം അവർക്ക് അശുദ്ധിയില്ല. അഹങ്കാരം കയറി ഒരു വൃന്ദം നശിച്ചു പോയതുകൊണ്ട് അവർക്ക് പകരമായി ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യജാതിയെ. ആ മനുഷ്യജാതി തൻ്റെ ആത്മാവിനാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലത്താൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് കൊണ്ടുവരുത്തുവാൻ വേണ്ടി അവരുടെ ആ ഏദൻ തോട്ടത്തിലെ കാലഘട്ടം നിശ്ചയിച്ചിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിന് മുന്നേ അവർ ലോകത്തിൻ്റെ പുറകെ പോയതുകൊണ്ട് ആത്മാവിൻ്റെ ആ ജീവവൃക്ഷം കൊടുക്കുവാൻ വേണ്ടി അത്രയും കാലം ദൈവത്തിന് കാത്തിരിക്കേണ്ടി വന്നു. കാരണം അത് വെറുതെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആ പാപാവസ്ഥയിൽ അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവർ നിത്യമായി ആ രീതിയിലേക്ക് പോകും, അല്ലെങ്കിൽ ആ ജീവനിലേക്ക് പോകും. അവന് നിത്യത കൊടുക്കുവാൻ പൂർണ്ണമായ പരിശുദ്ധിയിലേ കൊടുക്കാവൂ. കാരണം പരിശുദ്ധിയിൽ നിത്യത വേണം. അശുദ്ധിയിൽ നിത്യനായി പോയി കഴിഞ്ഞാൽ അത് അവനൊരു നരകതുല്യമായ ജീവിതമായിരിക്കും. അതുകൊണ്ട് വളരെ കാൽക്കുലേറ്റഡായിട്ട് ദൈവം പദ്ധതിയിട്ടതാണ് രക്ഷാപദ്ധതി. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ പൂർത്തീകരണമാണ് കാൽവറിയിൽ സംഭവിക്കുന്നത്. അതിന് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും യുഗങ്ങളും കാലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഒരു ദിവസം 1000 സംവത്സരം പോലെ ഇരിക്കുന്ന. കാരണം ദൈവത്തിൽ കാലങ്ങൾ ഇല്ല, സമയങ്ങളില്ല. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് വ്യാകുലപ്പെട്ട് ഇരിക്കേണ്ട. അത് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കിക്കോളും. ഈ ശരീരം ഇടുമ്പോൾ മനസ്സിലാക്കിക്കോളും കാലമില്ലാത്ത അവസ്ഥ എന്തുവാണെന്ന്. അങ്ങനൊരവസ്ഥയുണ്ട്. നമുക്കിത് എന്തോ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ ശരീരത്തിനകത്താണ്. നമ്മുടെ ആത്മാവ് പോലും ശരീരത്തിലാണ്. ആത്മാവിൻ്റെ മന്ദിരമാണല്ലോ ശരീരം. അപ്പോൾ ശരീരം കാലത്തിനകത്തായതുകൊണ്ട് ഈ കാലം ഇല്ലാത്ത അവസ്ഥ എന്താണെന്ന് ആത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. അത് ആത്മാവിലേക്ക് ഇറങ്ങുന്നവന് മാത്രമേ ഇതിൻ്റെ ഒരു അല്പമെങ്കിലും ഒരു മിസ്റ്റിക്കൽ ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ.
അതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് ഉറക്കം തൂങ്ങണ്ട. നിങ്ങൾ ഒരുപാട് കേട്ട് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റാതാവും. പക്ഷെ അങ്ങനെ ഒരു കാലമുണ്ട്, നമ്മളെല്ലാം എത്തിപ്പെടുന്ന ഒരവസ്ഥയാണത്. കാലമില്ലാത്തൊരവസ്ഥ. കാലമില്ലാത്ത ഒരവസ്ഥയിൽ എല്ലാം ഇന്നാണ്, എല്ലാം ഇന്നാണ്. നാളെ എന്നൊരു സാധനമില്ല. എല്ലാം ഉവ്വ എന്നേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്ന്, നാളെ എന്നൊരു സാധനമില്ല. എന്നാൽ ഏദൻ തോട്ടത്തിൽ സൃഷ്ടി നടത്തുമ്പോൾ അത് കാലത്തിനകത്തായിപ്പോയി. പോകട്ടെ, അങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോകണ്ട. നമ്മൾ താഴോട്ട് വന്ന കാര്യം ഇതാണ്. 7-ാം വാക്യം, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. എന്നിട്ടോ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നതല്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഇതാണ് ജഡത്തിൻ്റെ ഒരു പ്രശ്നം. ഈ ജഡത്തെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ദേഹിയുടെ സഹകരണത്തിൽ വഴക്കി ഇവിടെ കൊണ്ടുവരണം. എന്നാലേ ജഡത്തിലേക്ക് ദൈവിക വ്യാപാരം ഇറങ്ങത്തുള്ളൂ. അല്ലാതെ ജഡത്തെ നമ്മൾ തോന്നിയ വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ അവിടത്തേക്ക് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ദൈവിക വ്യാപാര ശക്തി വരില്ല. കംപ്ലീറ്റ് ബ്ലോക്കായി കിടക്കും. അങ്ങനെയുള്ളവരിലാണ് ഇരുൾ വാഴുന്നത്, ഇരുൾ. പക്ഷേ ഭയക്കണ്ട, ഇരുട്ടിലുള്ളവർക്ക് പ്രകാശം ഉദിച്ചു എന്നാണ് കർത്താവ് പറഞ്ഞത്. അതിനാണ് ഇരുട്ടിലുള്ളവർക്ക് പ്രകാശം ഉദിച്ചു എന്നാണ്. അപ്പോൾ ഇടയ്ക്ക് നിൽക്കുന്ന ദേഹി ആത്മാവിനോട് സഹകരിച്ചാൽ, അതായത് അങ്ങനെ സഹകരിക്കണമെങ്കിൽ വളരെ ബോധപൂർവം നമ്മൾ ജഡത്തെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തണം. ജഡം നല്ലതായിട്ട് നിസ്സഹരിക്കും, നന്നായിട്ട് നിസ്സഹരിക്കും. കാരണം ഇതിനൊട്ടും ശീലമില്ലാത്തൊരു സാധനമാണ്. എന്നും വൈകിട്ട് ക്ലബിൽ പോയിക്കൊണ്ടിരുന്നവനോട് അന്ന് വൈകിട്ട് പ്രാർത്ഥിക്കാനിരിക്കണമെന്ന് ജഡത്തോട് പറഞ്ഞാൽ ജഡം പറയും പോയി പണി നോക്കാൻ പറയും. അത്രേ പറയത്തുള്ളൂ, വേറെ ഒന്നും പറയത്തില്ല. എന്നും വൈകിട്ട് 8 മണിയാകുമ്പോൾ അത്താഴം കഴിഞ്ഞ് സിനിമ കാണുന്ന ശീലമുള്ളവന് 8 മണിയാകുമ്പോൾ വേദപുസ്തകം വായിക്കണമെന്ന് പറഞ്ഞാൽ ജഡം പറയും നടക്കില്ലെന്ന് പറയും. ഇതിന് പ്രത്യേക ശക്തി അങ്ങോട്ട് ഇറങ്ങി നിങ്ങളുടെ ജഡത്തെ ആരും ശുദ്ധീകരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ ജഡത്തെ കൊണ്ടിരുത്തണം. നിങ്ങൾ തന്നെ ജഡത്തെ അഭ്യസിപ്പിക്കണം. അഭ്യസിപ്പിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് ആത്മാവിൻ്റെ പ്രഭ പതുക്കെ വളരെ പതുക്കെ ദേഹത്തിലേക്ക് വ്യാപിക്കും. ദേഹത്തിലേക്ക് വ്യാപിച്ച് അത് പതിയെ ദേഹത്തിൽ ആ എനർജി വ്യാപിക്കപ്പെടുമ്പോൾ ദേഹത്തിന് പതുക്കെ ഈ ആത്മാവിൻ്റെ സൗന്ദര്യവും ആനന്ദവും പതിയെ മനസ്സിലായി തുടങ്ങും, ആസ്വദിക്കുവാൻ തുടങ്ങും. അങ്ങനെ ആസ്വദിക്കാൻ ദേഹത്തിനൊരു താല്പര്യം തോന്നുമ്പോൾ ഇതുവരെ ആസ്വദിച്ചിരുന്നതിനോട് പതിയെ വിരക്തി തോന്നും. അങ്ങനെ വിരക്തി തോന്നുന്നതിനെ മുതലാക്കി ദേഹത്തെ കൂടുതൽ ദൈവത്തോട് അടുപ്പിച്ച് വരുമ്പോൾ ദേഹം ആത്മാവിനെ പോലാകുകയും അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒറ്റയടിച്ച് വിടുമ്പോഴേ ഈ ദേഹത്തെ കൊണ്ട് ഇരുത്തിയില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ വേണ്ടി നമ്മൾ ദേഹത്തെ നിയന്ത്രിച്ച് നിർത്താതെ ഇതൊന്നും സാധ്യമാവില്ല. അപ്പോൾ ഇത്രയും ബലഹീനമായൊരു ദേഹത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അതിനാണ് കർത്താവ് വന്നിട്ട് ദേഹത്തെ കാൽവറിയിൽ തകർത്തിട്ട് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ പേടിക്കേണ്ട, ഒരു വ്യാപാര ശക്തി, ഒരു പരിശുദ്ധാത്മാവുണ്ട്, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതിന് ശക്തിയുള്ള പരിശുദ്ധാത്മാവിനെ തരികയും അവൻ നിങ്ങളെ സത്യത്തിലും നീതിയിലും ന്യായത്തിലുമൊക്കെ വഴി നടത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ഈ ദേഹത്തെ നമ്മൾ ഈ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരു മറുമരുന്നും കുറുക്ക് വഴിയും ഇതിനില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ദേഹി കൊണ്ട്
ആത്മാവിനോട് ചേർന്ന് കർത്താവ്, എൻ്റെ ദേഹത്തിന് ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ദേഹം ഒരു രീതിയിൽ എന്നെ നിൻ്റെ അടുത്തേക്ക് വരുവാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ സന്നിധി കൊണ്ട് വെക്കുകയാണ്. ആദ്യത്തെ ദിവസം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് വരും, എഴുന്നേറ്റ് പൊക്കോ. രണ്ടാമത്തെ ദിവസം 2 മിനിറ്റ് ഇരിക്കണം. അങ്ങനെ പതിയെ പതിയെ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ദൈവിക സാരാംശത്തിലും വരുമ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ പതിയെ പതിയെ ശുദ്ധീകരിക്കപ്പെടും. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ നോട്ടങ്ങൾ, നിങ്ങൾ സ്പർശിക്കുന്നിടമെല്ലാം ശുദ്ധിയുള്ളതായി മാറുമ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ദേഹത്തിലേക്ക് ആത്മവ്യാപാരം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുവാൻ സാധിക്കും. അങ്ങനെ വ്യാപരിക്കുന്ന ദേഹത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ആ ദേഹത്തിന് ശക്തിയുണ്ടെന്ന് മാത്രമല്ല, ആ ദേഹം സൗഖ്യമുള്ളതായിരിക്കും എപ്പോഴും. നാച്ചുറൽ ഹീലിംഗ് എന്ന് ഞാൻ പറയത്തില്ല, സെൽഫ് ഹീലിംഗ് നടക്കും അവിടെ. സെൽഫ് ഹീലിംഗ് എന്ന് പറയും. അസുഖങ്ങൾ വരാം, പക്ഷെ അത് സെൽഫ് ഹീലിംഗ് നടക്കും. അത് നടക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകളൊക്കെ ആത്മീയ തലത്തിലുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ദേഹിയെ ആത്മാവിനോട് ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കണം. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്. ഞാനിത് പലവട്ടം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രാർത്ഥന പറയാമോ? ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഈ ദേഹി എന്ന് പറയുന്നത്. എവിടെ ഇരിക്കുന്നു? ദൈവമായ കർത്താവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന മശിഹാ തമ്പുരാനിൽ ആയിരിക്കണം. ക്രിസ്തുയേശുവിൻ്റെ അവകാശ മണ്ഡലമാണ് ദേഹി. അതായത് മാർത്ത ക്രിസ്തുവിന് അവകാശപ്പെട്ടതാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് ദേഹി. ഇവളെയാണ് കല്യാണം കഴിക്കാൻ വരുന്നത് രണ്ടാമത്തെ വരവിൽ. അന്നേരം ഇവള് മറ്റേടത്ത് പോയി കിടക്കുകയാണ്. ദേഹിയാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി. പിതാക്കന്മാരുടെ ഒരു ഭാഷയുണ്ട്, ആത്മാവ് പിതാവിൻ്റേതും ദേഹി പുത്രൻ്റേതും പരിശുദ്ധാത്മാവ് ദേഹത്തിൻ്റെ കുടിയിരിപ്പ് ഭവനമാവുന്നതാണ്. ഈ കണക്ഷൻ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ദുഃഖം എന്താണ്? ഈ ദേഹി വേശ്യാവൃത്തിക്ക് പോവുകയാണ്. ക്രിസ്തുവിനോടുള്ള നൈർമല്യം വിട്ട് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഇവൾ മാറിപ്പോവുകയാണ്. കോരിന്ത്യർ 4-ാം അധ്യായം എടുത്തു. കോരിന്ത്യർ 2 കോരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, തൽക്കാലം മനസ്സെന്നുള്ളിടത്ത് ഇപ്പോൾ ദേഹിന്ന് നിങ്ങൾ വായിക്കണം. ഇത് മനസ്സിലാകുവാൻ വേണ്ടി ഈ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ ദേഹി ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ദേഹി വഷളായിപ്പോയാൽ അത് വേശ്യാവൃത്തിക്ക് തുല്യമാണ്. അതാണ് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ച് ആദാമിൽ നിന്നുള്ള അവളുടെ ആഗ്രഹം സർപ്പത്തിലേക്ക് മാറ്റി, പൈശാചിക വ്യാപാരത്തിലേക്ക് മാറ്റി. അങ്ങനെയാണ് കായീൻ എന്ന് പറയുന്ന ദുഷ്ടസന്തതി ജനിക്കുന്നത്. കായീൻ്റെ ബലി സ്വീകരിക്കാതെ പോയതിൻ്റെ ഒരു കാരണം അതാണ്. അവൻ ദൈവത്തിൻ്റെ അറിവോടെ ഉണ്ടായവനല്ല. സർപ്പം ഹവ്വായെ ചതിച്ച് ആദാമിൽ നിന്നുള്ള അവളുടെ ആഗ്രഹത്തെ മാറ്റി പൈശാചിക വ്യാപാരത്തിലേക്കുള്ള ആഗ്രഹം കൊണ്ടുവന്ന് ദുഷ്ടനിൽ നിന്നുണ്ടായവനാണ് കായീൻ. അവൻ്റെ സന്തതി പരമ്പരയെ നോക്കിയാണ് കർത്താവ് പറയുന്നത് സർപ്പസന്തതികളെ. യോഹന്നാൻ വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചതി നമ്മുടെ ദേഹിക്ക് പറ്റരുത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളും കൂടെ നിങ്ങളെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ
പൊർഫീരിയോസ് എന്ന വിശുദ്ധൻ്റെ ചില ആത്മീയ സന്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്കൊരുപാട് ജഡത്തിൻ്റെ ബലഹീനത ഉള്ളപ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില വ്യാപാരങ്ങൾ ഇവിടെ പറയുകയാണ്. ഞാനത് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രേ ടു ഗോഡ് വിത്ത് ലവ് ആൻഡ് യേണിങ് ഇൻ ട്രാങ്ക്വിലിറ്റി. അതായത് ദൈവത്തോട് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കണം. വിത്ത് മീക്ക്നെസ് ജെൻലി വിത്തൗട്ട് ഫോഴ്സിങ് യുവർ സെൽഫ്. താഴ്മയോടെ വന്നിരിക്കണം, പക്ഷേ നിങ്ങളെ ഫോഴ്സ് ചെയ്യരുത്, ഒരു കാര്യത്തിനും ഫോഴ്സ് ചെയ്യരുത്. അത് ഉണ്ടായി വരേണ്ട ഒരു സ്വഭാവമാണ്. ആൻഡ് വെൻ യു റിപ്പീറ്റ് ദ പ്രെയർ, say it like this: Lord Jesus Christ, have mercy on me. Say it slowly, humbly, gently, with divine love. Pronounce the name of Christ with sweetness. കർത്താവേ, പാപിയ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. പക്ഷേ അത് ചൊല്ലുമ്പോൾ വളരെ പതിയെ സാവകാശം യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് അത്യധികമായ ശക്തി ഉണ്ടായത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, എൻ്റെ വ്യക്തിപരമായൊരു അനുഭവത്തിൽ നിന്ന്. പക്ഷെ ഞാനിത് ഓൺലൈനിൽ കൂടെ വിടത്തില്ല. ഞാൻ ഈ ഭാഗം കട്ട് ചെയ്ത് കളയും. നിങ്ങളോടായതുകൊണ്ട് വളരെ പേഴ്സണലായിട്ട് പറയാം. പവർ ഓഫ് ദ പ്രെയർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹാവ് മേഴ്സി ഓൺ മീ. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് അത്യധികമായ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയിൽ ഈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹാവ് മേഴ്സി ഓൺ മീ എന്നുള്ള പ്രെയർ ജീസസ് പ്രെയർ എന്നുള്ള രീതിയിൽ വളരെ ശക്തമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹാവ് മേഴ്സി ഓൺ മീ എന്ന് വളരെ പതിയെ ശാന്തമായി, പറ്റുമെങ്കിൽ ഒരു ഇരുണ്ട സ്ഥലത്ത് ഒരു മെഴുതിരി വെട്ടം കത്തിച്ച് വെച്ച് കർത്താവിൻ്റെ ഒരു ഐക്കണൊക്കെ വെച്ചിട്ട് അതിൽ നോക്കി ചൊല്ലണം. അപ്പം കർത്താവിൻ്റെ സ്നേഹം ഇറങ്ങി വരുന്നത് നമുക്ക് അനുഭവപ്പെടും. ഇറങ്ങി വരുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങും, ശക്തമായിട്ട് ഒഴുകിയിറങ്ങും. അത് അനുഭവപ്പെടണം. അതിനാണ് കരുണ തോന്നണമേ കർത്താവേ, കരുണ തോന്നണമേ എന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് പ്രെയർ ഈസ് സൈലൻറ്റ് പ്രെയർ. സൈലൻറ്റ്. ലെറ്റ്സ് ഓൾ മോർട്ടൽ അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം കൂടെ പറയാൻ എനിക്ക് സമയമില്ല. നമ്മുടെ സമയം ഏകദേശം തീരാറായി. വേറെ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പോട്ടെ, വേറെ ദിവസം നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ജഡത്തിൻ്റെ ബലഹീനതയുമായിട്ട് സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: forget about all your weaknesses so that the adverse spirit does not realize what is going on and grab you and pin you down and cause you grief. എന്നൊരു വായിക്കാം. Forget about all your meeknesses so that the adverse spirit does not realize what is going on and grab you and pin you down and cause you grief. അതായത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ സാരാംശം ഞാൻ മൊത്തം പറയാം. നമുക്കൊരുപാട് ബലഹീനതകൾ ഉണ്ടാവാം. കോപം, അല്ലെങ്കിൽ ജഡീകാസക്തി, അല്ലെങ്കിൽ ദുശ്ചിന്തകൾ, പല വിധത്തിലുള്ള ജഡീക ബലഹീനതകളുണ്ടാകാം. അദ്ദേഹം പറയുന്നത്, നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ വലിയ ഇഫക്റ്റ് ഉണ്ടാവില്ല എന്നാണ്. എങ്ങനെ? കർത്താവേ, എൻ്റെ കോപം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. നമുക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ നമ്മൾ ആ ബലഹീനത സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യുന്നത്. കർത്താവ്, എനിക്ക് ഭയങ്കര കോപം എടുത്തു മാറ്റണമേ.
അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ അറ്റൻഷൻ മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇതിന് അദ്ദേഹം പറയുന്നത് ബ്ലഡ്ലെസ് മോഡ് എന്നാണ്. ബ്ലഡ്ലെസ് മോഡ്, ബ്ലഡി മോഡ്, ബ്ലഡ്ലെസ് മോഡ്, 2 മോഡ് ഓഫ് പ്രെയറാണ്. അതായത് നമ്മളൊരു ബലഹീനത മനസ്സിലാക്കിയിട്ട് ആ ബലഹീനതയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ശക്തമാകത്തേ ഉള്ളൂ. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അന്നേരം അതും നമ്മുടെ ഓർമ്മയിലേക്ക് വീണ്ടും ശക്തമായി വരികയാണ്. അതിനേക്കാളിൽ നല്ലത് നമ്മുടെ അറ്റൻഷൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വിടുന്നതാണ്. അതൊരു പ്രാക്ടീസാണ്. നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അത് നമുക്ക് അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാകുകയുള്ളൂ. നമ്മളെപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ആഗ്രഹത്തെക്കാളിൽ ക്രിസ്തുവിലേക്ക് നമ്മുടെ ആ സ്നേഹവ്യാപാരം ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ ഈ കാര്യം നമ്മൾ മറന്നു പോകുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ബലഹീനത നമ്മളിൽ നിന്ന് മാറിപ്പോവും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഓർത്തുകൊണ്ട് അത് തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. സമർപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനേക്കാളിൽ അതിനാണ് ബ്ലഡ്ലെസ് മോഡെന്ന് പറയുന്നത്. മറ്റേത് അറ്റാക്കിംഗ് മോഡാണ്. നമ്മളെ എന്ത് അറ്റാക്ക് ചെയ്യുന്നുവോ അതിനെ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. എതിർത്ത് നിൽക്കണം, സത്യമാണ്, പക്ഷേ അതിനേക്കാൾ ഒരു ഗാന്ധിയൻ വേ ഓഫ് പ്രെയർ എന്നാണ് പറയുന്നത്. പിശാചിനോട് എതിർക്കുന്ന ഒരു ഗാന്ധിയൻ സ്റ്റൈലാണ് നിങ്ങളുടെ അറ്റൻഷൻ കൂടുതൽ ദൈവിക കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുക. മദ്യാസക്തി ഉള്ളവൻ അതിനെ എതിർക്കാൻ പോയാൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കിടക്കുന്നത് പോലെയുള്ളൂ. തിരിച്ചു വരുമ്പോൾ പിന്നെയും കുടി തുടങ്ങും. അവിടെ കിടക്കുന്ന കാലഘട്ടത്തിൽ അവൻ ചില നിബന്ധനകളിൽ ഉള്ളതുകൊണ്ട് ആ സമയത്ത് അവൻ അതിൽ നിന്ന് മാറി നിൽക്കുമായിരിക്കും. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ വളരെ ചുരുക്കം പേരേ ഉള്ളൂ അതിൽ നിന്ന് വിമുക്തി നേടുന്നത്. ബാക്കിയുള്ളവരെല്ലാം പിന്നെയും കുടി തുടങ്ങും. അതേസമയം അവൻ്റെ അറ്റൻഷൻ ദൈവിക വ്യാപാരങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടത്തക്കവണ്ണം ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക എന്നതാണ്. എൻ്റെ എന്ന് തോന്നിപ്പിക്കുക. ഞാനത് പലവട്ടം നിങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളതല്ലേ, എൻ്റെ കർത്താവ് എന്നുള്ള തോന്നൽ. അത് ഇദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ, മൈ ജീസസ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് നമ്മളുടെ പ്രാർത്ഥനാ നിലവാരം എത്തണം. അദ്ദേഹം പറയുവാണ്, ഇൻ ദ വേ എ മദർ സ്പീക്സ് ടു ദ ചൈൽഡ് ഷീ ലവ്സ് മൈ ലിറ്റിൽ ബോയ്, മൈ ഡാർലിംഗ് ഗേൾ, മൈ ലിറ്റിൽ ജോണി, മൈ വി മേരി. അതുപോലെ നമ്മൾ കർത്താവിനെ മൈ ജീസസ്, മൈ എവറിത്തിങ് എന്ന് വിളിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മളത് പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവവുമേ. എൻ്റെ കർത്താവിനെ എവിടേക്ക് എടുത്തുകൊണ്ട് പോയി? എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോൾ ഞാനെല്ലാം ഉപേക്ഷിച്ച് ചവറയിൽ നിന്നുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് നമ്മുടെ സ്വന്തം, നമ്മുടെ ചോരയാണല്ലോ. നമ്മുടെ ചോരയല്ല, കർത്താവിൻ്റെ ചോരയാണ് നമ്മുടേത്. അതിനാണ് ഈ ചോരബന്ധം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. എൻ്റെ ആണെന്ന് തോന്നണം. അപ്പോൾ എൻ്റെ എന്നുള്ള സ്നേഹത്തോടുകൂടിയുള്ള വിളിയിൽ എൻ്റെ കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിനാണ് കുറിയലായിസോൻ എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നതും പൗരസ്ത്യ ദർശനത്തിൽ അങ്ങനെ ഒരു ചിന്ത ശക്തമായിട്ടുള്ളതും. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയുള്ള ധ്യാനചിന്തകളിലെല്ലാം നമുക്ക് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി സമയം ചെലവഴിക്കാം. ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം.